നല്ല മഞ്ഞുണ്ട്, മനോഹരമായ നിലാവും. മഞ്ഞും നിലാവും രാജൻ അത്രക്ക് ഇഷ്ടാണോ? ആ, നിലാവ് ഇഷ്ടാണ്. നിലാവിനേക്കാൾ സുന്ദരിയല്ലേ എന്റെ ഋതു? ഓ തള്ളു. ആ, ഞാൻ സത്യം പറഞ്ഞു. ഈ ഒളിച്ചു കാണലൊക്കെ ഒരു ത്രില്ലുണ്ടല്ലേ? ആ, അത് ശരിയാ. ഈ പേടിയോടെ ഉള്ള പ്രണയം, അതിന് ഒരു പ്രത്യേക സുഖമല്ലേ? ഞാനൊരു തമാശ പറയട്ടെ രാജു? ആ, എന്തും പറയാലോ. വെളുക്കും വരെ കിടക്കല്ലേ ടൈം. നമ്മൾ തമ്മില് കല്യാണം കഴിച്ചിട്ടില്ല, ആ, ഇപ്പോഴും പ്രേമിച്ച് നടക്കാണെന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചോ? ആ, നമ്മള് മുടിഞ്ഞ പ്രേമോ? മുടിഞ്ഞ പ്രേമല്ല, നല്ല കൾച്ചറുള്ള പ്രേമം. കൾച്ചറുള്ള പ്രേമോ? അതെന്ത് പ്രേമം? നല്ല മാന്യമായ ഡീസന്റ് ആയ പ്രേമം. ഓ, ആ ടച്ചിങ്സ് ഒന്നും ഇല്ലാത്ത പ്രേമം, ഒരു കിസ് പോലും ഇല്ല, അതല്ലേ? ആ, എന്നിട്ട് പറ ബാക്കി. നമ്മള് വളരെ ഡീപ്പായ ലവില. പക്ഷെ നമ്മുടെ ഈ പ്രേമത്തിന് നമ്മുടെ വീട്ടുകാരെ എതിരാ. രണ്ട് വീട്ടുകാരും? ആ, അതെ, രണ്ട് വീട്ടുകാരും. പരസ്പരം കണ്ടുപോയ കൊല്ലൂന്ന് എന്റെ അച്ഛന്റെ ഭീഷണി. കെട്ടിപ്പോയ തട്ടൂന്നും പറഞ്ഞ് വേണമെങ്കിലൊരു വെട്ടുകത്തിയായി. വെട്ടുകത്തി വേണം? ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ആണല്ലോ, ബാക്കിയോട് പറയാം. പക്ഷേ വളരെ റിസ്ക് എടുത്തും പ്രേമം തുടരുകയും ഒരു രാത്രിയില് ഇതുപോലെ കണ്ടുമുട്ടുകയും ഒളിച്ചോടുകയും ചെയ്യുന്നു. എങ്ങോട്ട്? അത് കാടും വീടും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക്. കൊള്ളാം. എന്നിട്ട് അവിടെ ചെന്ന് ഒരു മുതലാളിയോട് റിക്വസ്റ്റ് ചെയ്ത് അവിടുത്തെ പാറമടയില് ഞാനും എന്റെ ഈ കൊച്ചു തമ്പ്രാട്ടിയും ജോലി ചെയ്യും. അതുകൊള്ള. ഞാനിങ്ങനെ കല്ലൊക്കെ അടിച്ച് പീസ് പീസായിട്ട് പൊട്ടിക്കും. ഞാൻ പാറ പൊട്ടിക്കുന്നു. ഒരു ദിവസം മുതലാളി കൊച്ചു തമ്പുരാട്ടിയുടെ കൈക്ക് കയറി പിടിക്കുന്നു. ഇത് കണ്ടുവന്ന് ഞാൻ മുതലാളി അങ്ങ് കൊല്ലുന്നു. അങ്ങനെ ഞാൻ ജയിലിലേക്ക് പോകുന്നു. വലിയ ട്രാജഡി. അല്ല, ഇത് ഞാൻ പണ്ട് കണ്ട ഏതോ സിനിമയുടെ സ്റ്റോറി അല്ലേ? ആ, അതെ. ഇത്തരം ഒത്തിരി സിനിമാ കഥകളുണ്ട്, അതല്ലേ പറഞ്ഞു വന്ന്. കഥ വഴി തിരിഞ്ഞു പോയി. ഒളിച്ചോട്ടം വരെ കറക്റ്റ് ആയിരുന്നു. എന്തായാലും ഒരു കാര്യം സത്യ, കല്യാണം കഴിച്ചു കഴിഞ്ഞാ ആ പ്രേമത്തിന്റെ രസം ഒരു അല്പം കുറയും.